കൃഷ്ണരാജ് 3 മണിക്ക് നടക്കുന്ന മഹാസംഗമത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ സെമിനാർ നടക്കുന്ന ഹാളിന് താഴെയാണ്. ഇവിടെ വലിയ തിരക്ക്, അതായത് ഈ സെമിനാറിൽ പങ്കെടുക്കുമെന്ന് കരുതിയതിലും കൂടുതൽ ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തി എന്നുള്ളതാണ്. കൃത്യമായും വിശ്വാസത്തിലൂന്നിയ വികസനം തന്നെയാണ് ഈ സെമിനാറിൽ ചർച്ച ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ ആചാര സംരക്ഷണത്തെക്കുറിച്ചും ശബരിമല ക്ഷേത്രത്തെ സംരക്ഷിക്കണമെന്ന കാര്യത്തെക്കുറിച്ചുമൊക്കെ ചർച്ച നടക്കുന്നുണ്ട്. എന്തായാലും നിരവധി ഭക്തരെ നമുക്ക് കാണാം. വിവിധ ഇടങ്ങളിൽ നിന്നായി അവരോരോരുത്തരും എത്തുകയാണ്. സെമിനാർ ഹാളിലിരിക്കുന്ന നിരവധി പേരുണ്ട്. അതോടൊപ്പം തന്നെ ആ ഹാളൊക്കെ നിറഞ്ഞു കവിഞ്ഞ് പുറത്തേക്ക് നിൽക്കുന്ന ഭക്തരുണ്ട്. എന്തായാലും ഓരോ ഘട്ടത്തിലും ശബരിമല ക്ഷേത്രത്തെ സംരക്ഷിക്കണമെന്ന ആവശ്യവും അതോടൊപ്പം തന്നെ ആചാര ലംഘനങ്ങൾക്ക് കൃത്യമായി മറുപടിയും നൽകിയ ഭക്തരാണ്. ഇവിടെ അമ്മമാരൊക്കെ വരുന്നുണ്ട്. എവിടെ നിന്നാണ് വരുന്നത്? ദിണ്ടുക്കൽ, തമിഴ്നാട് നിന്ന്. അപ്പോൾ ഓരോരുത്തർ രാധാകൃഷ്ണൻ, അരിയലൂർ മാവട്ടം, അരിയലൂർ, திண்டுக்கல், அரியலூர் டிஸ்ட்ரிக்ட், அரியலூர் டிஸ்ட்ரிக்ட். இப்போ வந்த ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നടക്കം വരുന്ന ഭക്തരാണ്. എല്ലാവരും അങ്ങനെ ഈ സംഗമത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി എത്തുന്നവരാണ്. അവർ ഓരോരുത്തരും അങ്ങനെ തമിഴ്നാട്ടിലേന്ന് വന്നിരിക്കோம். நாங்கள் 150 ஆள் போல் வந்திருக்கோம். 150 ആൾക്കാർ വന്നിരിക്കുകയാണ്. 2 ബസ് ഭക്തர்கள். തീർച്ചയായും ശബരിമല ക്ഷേത്രത്തെ ആ ഒരു ആചാരങ്ങളെയൊക്കെ സംരക്ഷിക്കണമെന്ന ഉള്ള ആവശ്യം, അത് തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തരടക്കം ഇങ്ങോട്ടേക്ക് ഈ സെമിനാറിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. അവിടെ ഓരോരുത്തരും അങ്ങനെ ശരണമന്ത്രങ്ങൾ മുഴക്കി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിരവധി ഭക്തരെത്തുകയാണ്. ഈ ഒരു ചരിത്ര സംഗമമാവും അല്ലേ? അതെ, തീർച്ചയായിട്ടും ചരിത്ര സംഗമം ആകണം. അതാണല്ലോ നമ്മുടെ ലക്ഷ്യം തന്നെ. ആകും, ഉറപ്പ്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം കാനന ക്ഷേത്രമാണ്. അവിടെ കല്ലും മുള്ളും ഒക്കെ താണ്ടി നിരവധി ഭക്തർ അങ്ങനെ ദർശനത്തിന് വേണ്ടി പോകുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന സർക്കാരിൻ്റെ സമ്മേളനമൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ? അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം വന്ന് അവിടെ ഗീതാശ്ലോകം ചൊല്ലിക്കൊണ്ട് ഭക്തനാണെന്നുള്ള രീതിയിലൊക്കെ അവിടെ പലതരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ നടന്നു. അതൊക്കെ കണ്ടിരുന്നു? തീർച്ചയായിട്ടും കണ്ടു. പ്രഹസനാണത്, അല്ലാതെ ഭക്തിയോട് കൂടിയിട്ടുള്ളതല്ല നടന്നത്. എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അതൊരു പ്രഹസനം, ജനങ്ങളെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രഹസനം മാത്രമുള്ളൂ. തീർച്ചയായും യഥാർത്ഥ സംഗമം ഇവിടെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് ഓരോരുത്തരും അങ്ങനെ പറയുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഓരോരുത്തരും അങ്ങനെ സംഗമത്തിൻ്റെ ഭാഗമായി ഇവിടേക്ക് ഈ സെമിനാർ ഹാളിലേക്ക് അടക്കം എത്തിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കോട്ടയം ക്ഷേത്ര സമിതിയുടെ ജില്ലാ രക്ഷാധികാരിയാണ്. എന്നാലും ഒരു വിശ്വാസ സംരക്ഷണം അത് തന്നെയാണ്. അതാണ് ഒരു വിശ്വാസത്തിന് മുകളിൽ തന്നെ ഇവിടെ വന്നിരിക്കുന്നത്. വിശ്വാസത്തിന് മുകളിൽ തന്നെ ഇന്നലത്തെ പരിപാടി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് വിശ്വാസം കൂടി ആൾക്കാർക്ക് കുറെ കൂടെ കൂടി. കാരണം അയ്യപ്പനെ മുൻനിർത്തിക്കൊണ്ട് സർക്കാർ ഒരു രാഷ്ട്രീയം കളിക്കും. തീർച്ചയായിട്ടും യാതൊരു സംശയമില്ല. വിശ്വാസമില്ലാത്ത ദേവസ്വം ബോർഡ് ഭരിക്കുന്നതെന്നുള്ളൊരു ഒറ്റ സങ്കടമുള്ളൂ. അയ്യപ്പനിൽ വിശ്വാസമില്ലാത്ത ദേവസ്വം ബോർഡ് ക്ഷേത്രം ഭരിക്കുന്നത് ആ ഒരൊറ്റ സങ്കടമേ ഉള്ളൂ. കാര്യം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തീർത്ഥം കിട്ടിയാൽ ഇത് തറയിലിടണോ തലയിൽ വെക്കണോ വായിലിടണോ എന്ന് അറിയാൻ വയ്യാത്ത പ്രസിഡന്റാണ് സന്നിധാനത്ത് നിൽക്കുന്നത്. അപ്പോൾ എന്തുമാത്രം ഭക്തജനങ്ങൾക്ക് എന്തുമാത്രം ദുഃഖമുണ്ടെന്ന് അതിൽ നിന്ന് വിചാരിച്ചുകൊണ്ടാൽ മതി. വിശ്വാസമുള്ളവർ വേണം ദേവസ്വം ബോർഡ് ഭരിക്കേണ്ടത്. അവർക്ക് പണത്തിൻ്റെ ഒറ്റ നോട്ടേ ഉള്ളൂ. ഇപ്പോൾ 4 കിലോ സ്വർണ്ണം എവിടെ പോയി? ഇത് വേറെ എവിടെയെങ്കിലും നടക്കൂ? മറ്റ് ഇതര സമുദായങ്ങൾ ഇതുപോലും നടക്കൂ? ആ ഒരൊറ്റ ഖേദമാണ് ഹിന്ദു ജനങ്ങൾക്കുള്ളത്. മൊത്തം വിശ്വാസമില്ലാത്തവരാണ് ക്ഷേത്രം ഭരിക്കുന്നത്. സംഗമം കൊണ്ട് ഒരു ഐക്യം തന്നെയാണ്, അതായത് ഹൈന്ദവ വിശ്വാസികളുടെ ഒരു ഐക്യം തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പം മുമ്പിലത്തെ ഒരുപാട് മാറ്റം ആയിട്ടുണ്ട്. ഇപ്പോഴേ ഈ ഒരു സംഗമത്തിലപ്പോൾ വൈകുന്നേരം നടക്കുന്ന മഹാസംഗമത്തിലടക്കം പങ്കെടുത്തിട്ട് മടങ്ങുള്ളൂ. അത്രയേ ഉള്ളൂ. ഇത് നമ്മുടെ ആവശ്യമാണിത്. ഹിന്ദു സമുദായത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. അതുതന്നെയാണ്. എന്തായാലും ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ആവശ്യകത കൂടെയാണ് ഈ ഒരു സാഹചര്യത്തിൽ. അതായത് ഇടതുപക്ഷ സർക്കാർ ഈ കേരളം ഭരിക്കുമ്പോൾ ഇവിടെ നടന്നിട്ടുള്ള ആചാര ലംഘനങ്ങളെക്കുറിച്ചുമൊക്കെ നല്ല കൃത്യമായ ബോധ്യമുള്ളവർ തന്നെയാണ് ഇവിടെ എത്തുന്നവരൊക്കെ. ഓരോരുത്തരും ഇവിടെ എത്തിയിട്ടുണ്ട്. തമിഴ്നാട് എന്തിരുന്നവരെ? തഞ്ചാവൂർ. എത്ര പേര്? 10 പേരുണ്ട്. 10 പേര്. சபரிமலை வருஷத்துக்கு 2 தடவை 3 தடவை வருவோம். ஆமாம், ஐயப்பனுக்காக பழைய இது மாறக்கூடாது. அதே மாதிரி தமிழ் 1ஆம் தேதியிலேருந்து 5ஆம் தேதி வரைக்கும்
வருஷம் ஃபுல்லாக திறக்கிறது வந்து அது நியாயம் இல்லை. ஏன்னா நம்ம முன்னோர்கள் எப்படி வச்சுருக்காங்களோ அதுதான் கடைப்பிடிக்கிறத தவிர நம்ம இஷ்டத்துக்கு மாற்றுறதுக்கு நம்ம ரைட்ஸ் கிடையாது. அதே மாதிரி லேடிஸ் வந்து எபோவ் 10 இயர்ஸ் பிலோ 50 இயர்ஸ் வந்து அலௌடு இல்லைன்னு அந்த காலத்தில் சொல்லியிருக்காங்க நம்ம முன்னோர்கள். அதை தான் கடைப்பிடிக்கிறத தவிர நம்ம இஷ்டத்துக்கு மாற்றக்கூடாது. எதையும் பழசு அப்படியே தான் இருக்கணும், புதுசு வரக்கூடாது. பாரம்பரியம் கவர்மெண்ட் ஏதோ புதுசாக அது புதுசு கவர்மெண்ட் சொன்னால் எலெக்ஷனுக்கு சொல்லியிருக்காங்க. தமிழ்நாட்டில் எப்படி நீட்டு சொல்கிறாங்களோ அது போல் கேரளாவில் வந்து ஐயப்ப மலைக்கு லேடிஸை அலோவ் பண்ணுவாங்க. அது ஏற்றுக்கிறதுக்கு வந்து ஐயப்ப பக்தர்கள் தயாராக இல்லை. நேற்று இங்கே கவர்மெண்ட் ஒரு சங்கமம் பார்த்துருக்கியா? அப்போது சிஎம் அங்கே இந்த சங்கமத்தில் ஸ்லோகம் சொன்னேன். அப்போ கவர்மெண்ட்டுக்கு இது ஒரு ஓட்டு கிடைக்கிற ஒரு சார் ஒன்று வந்து ஒவ்வொரு ஸ்டேட்டையும் ஒவ்வொரு மாதிரி அப்ரோச் பண்ணுறாங்க. இங்கே கேரளாவில் வந்து ஐயப்ப மலையை வந்து பேஸாக வச்சு அவங்க வந்து எலெக்ஷன் கோர்ஸ் ட்ரெண்டு பண்ணுறாங்க. ஸோ அந்த ட்ரெண்டு ஏற்றுக்க முடியாது. இது வந்து தொற்று பல வருஷமாக வந்துட்டுருக்கு. இதே மாதிரியே தமிழ் 1ஆம் தேதி 5ஆம் தேதி வரைக்கும் போகிறது, 10 வயசுக்குள்ள பெண்களும் 50 வயசுக்கு மேலே பெண்கள் தான் அலோவ் பண்ணணும்னு சொன்னாங்க. அது சயின்ஸ் பிரகாரம் பார்த்தாங்கன்னா அந்த மென்சுரல் பீரியடில் வரக்கூடாதுங்கிறாங்க. அது நியாயமானது. அதை சும்மா வந்து அப்போஸ் பண்ணி வர்றது வந்து நாட் அக்செப்டபுள். அந்த காலத்தில் எப்படி முறை வச்சுருக்காங்களோ அந்த முறையை தான் ஃபாலோ பண்ணணும். புது முறை ஏற்றுக்க முடியாது. டெய்லி 365 நாள் திருப்பதி மாதிரி திறந்து வழிபடுறதுங்கிறது ஏற்றுக்க முடியாது. அதுவும் பிலோ 50 இயர்ஸ் லேடிஸ் வந்து நாட் அலவுடுன்னு அந்த காலத்து சொல்லியிருக்காங்க. அதை அப்படியே ஃபாலோ பண்ணணும். கே அண்ணாமலை இந்த சங்கமத்தில் பார்ட்டிசிபேட் பண்ணுறாங்க. கே அண்ணாமலை இன்றைக்கி பண்ணுறது போல இருக்கு. நான் அரசியல் பேச விரும்பலை. ஆசியா ஒரு ஹிந்து ஃபங்க்ஷன் வந்து அட்டன் பண்ணுறாரு, அவ்வளோதான். அரசியலுக்கும் ஆன்மீகத்துக்கும் சம்மந்தம் ரெண்டும் அட்ஜஸ்ட் பண்ணி போகலாம். ஆன்மீகத்தை வச்சு அரசியல் பேச விரும்பலை. அரசியல் வேறு, ആത്മീകം വേറെ. അത് മിങ്കിൾ பண்ணக்கூடாது. തീർച്ചയായും രാഷ്ട്രീയം വേറെയാണ്, വിശ്വാസം മറ്റൊന്നാണ് എന്നുള്ളത് കൃത്യമായി ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. பேர் ராஜன், தமிழ்நாடு, ராமநாதபுரம் மாவட்டம், தமிழ்நாடு. பேர் நேம் வந்து ராஜன். அதாவது வந்து ஐயப்பனுடைய ஐதீகத்தை எந்த சூழ்நிலையும் மாற்றக்கூடாது. அதாவது 10 வயசுக்கு கீழே 50 வயசுக்கு மேலே. ஏன்னா முன்னோர்கள் வந்து அதை செஞ்சுருந்தா சில அது அர்த்தத்தோடு தான் செஞ்சுருக்காங்க. அதனால் வந்து இப்போ ரெண்டாவது வந்து கூட்டத்தில் வந்து இளம் பெண்களும் எல்லாம் ஒன்றா மிங்கிள் பண்ணால் அது தவறான சில உதாரணங்களுக்கு இதாகும். ஏன்னா கட்டுக்கடங்காத கூட்டங்கள் வருது. அப்போ வந்து கொஞ்சம் நம்ம என்ன விரதத்தோடு வர்றோம். அந்த விரதத்தை வந்து காப்பாற்றுறது வந்து இந்த மாதிரி கட்டுப்பாடு இருந்தால் தான் நல்லா நடக்கும். அதாவது இப்போ இருக்கிற சூழ்நிலைக்கு ஏற்ற மாதிரி மாற்றக்கூடாது. மாற்றினா பக்தி கெட்டு போகும். ஐயப்பனுடைய மகிமை வந்து டவுன் ஆகிடும். அதனால் வந்து பழைய முறையை வந்து எக்காரணத்தை கொண்டு மாற்றக்கூடாது. മാറ്റിനാ ഞങ്ങൾ കണ്ടിപ്പാ എതിർപ്പ് തെളിയിപ്പാം. സ്വാമിയേ ശരണമയ്യ. തീർച്ചയായും അത് തന്നെയാണ്. ഇവിടെ അമ്മമാരടക്കം ഈ ഒരു സംഗമത്തിലേക്ക് പങ്കെടുക്കാൻ വന്നിട്ടുണ്ട്. എവിടെ നിന്നാണ് വരുന്നത്? എന്തോ ഞാൻ ചെട്ടുകുളങ്ങര. സംഗമത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിയതാണല്ലോ? അതെ അതെ അതെ, സംഗമത്തിന്റെ ഭാഗമായിട്ട് എത്തിയതാണ്. സെമിനാറിൽ പങ്കെടുക്കുന്നുണ്ട്? ഉണ്ട് ഉണ്ട് ഉണ്ട്. തീർച്ചയായും ഒരു വിശ്വാസത്തിലൂന്നിയ വികസനം തന്നെയാണ് ശബരിമലയ്ക്ക് വേണ്ടതെന്ന് തന്നെയാണ് അല്ലേ? അതെ, എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെയാണ്. ഇപ്പം ഇവർ പറയുന്ന മാതിരിയുള്ള ആവശ്യമില്ലാത്ത അപവാദങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഇത്രയും ഭക്തജനങ്ങൾ ഇവിടെ വന്നില്ലേ, അത് തന്നെ ഒരു തെളിവല്ലേ? അതാണ് ഏറ്റവും വലിയൊരു തെളിവ്. എത്ര ദേശത്തു നിന്നാണ്. ഇപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ ഇത്രയും ആൾക്കാർ ഇവിടെ വന്നു. അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു വിജയവും. അപ്പോൾ അത് നമ്മൾ ചാനലിൻ്റെ മുമ്പിൽ പറയുകയും പറയാനുള്ള ഒരു ധൈര്യവും ഒക്കെ ഉണ്ട്. തീർച്ചയായും അത് തന്നെയാണ്. നമുക്ക് ദൃശ്യങ്ങളിലടക്കം കാണാം തമിഴ്നാട്ടിൽ നിന്നടക്കമുള്ള ഈ പ്രതിനിധികൾ, അതോടൊപ്പം തന്നെ ഈ അയ്യപ്പ വിശ്വാസികൾ, ഈ അയ്യപ്പ ഭക്തരൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരോരോരുത്തരും ഈ സെമിനാറിൻ്റെ ഭാഗമാകും. അതോടൊപ്പം തന്നെ ഈ നടക്കുന്ന സംഗമത്തിൻ്റെ ഭാഗമാകുകയാണ്. എന്തായാലും ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ തന്നെ നമുക്ക് സെമിനാർ ഹാളിൻ്റെ താഴെയും ഈ ഒരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഒരുപാട് പേർ ഈ ഒരു സംഗമത്തിൻ്റെ ഭാഗമാകുമ്പോൾ ഇത് സമ്മേളനം, അതായത് ഈ സെമിനാറോടുകൂടി തന്നെ ഈ ഒരു തിരക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു സംഗമത്തിൻ്റെ ഒരു വിജയം ആദ്യം തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത് അയ്യപ്പൻ്റെ ഏത് വിഷയമായാലും നമുക്ക് ഇത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ആരെയും ക്ഷണിക്കേണ്ട ആവശ്യമില്ല. അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പോൾ പൂജയായാലും ശരി, സമ്മേളനമായാലും ശരി, നാമജപയാത്രയായാലും ശരി, 1000 കണക്കിന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത, ഇപ്പോൾ നമുക്കറിയാം ഇവിടെ നമുക്ക് ഈ ഒരു സംവിധാനം ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിൽ ആൾ വന്നു. തീർച്ചയായിട്ടും ആ ഭക്തിയാണ് അവിടെ കാണിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത് സംഘാടകരുടെ വിജയം എന്നല്ല ഞാൻ പറയുന്നത്, അയ്യപ്പധർമ്മത്തിൻ്റെ വിജയമാണ്. അതാണ് നമ്മൾ കാണുന്നത്.
അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സർക്കാരിനുള്ള മറുപടി കൂടിയാണിത്. അതായത് 624 പേരെ ക്ഷണിച്ച് 4250 പേരെ ക്ഷണിച്ചിട്ട് 624 വന്ന സർക്കാരിൻ്റെ സംഘമല്ല. രണ്ടാമത്തെ കാര്യം, ശീതീകരിച്ച മുറിയല്ല ഇവിടെ, ദുർഘടമായ സാഹചര്യമാണ്. എല്ലാം വിഷമിച്ചുകൊണ്ടാണ് ആൾക്കാർ ഇതെല്ലാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ശക്തമായ രീതിയിൽ ഈ അയ്യപ്പൻ്റെ ശക്തി ഏത് ഭാഗത്താണ്, പൊതുസമൂഹത്തിൻ്റെ, അത് അയ്യപ്പ ഭക്തന്മാരുടെ കൂടെയാണോ അതോ സർക്കാർ, അതായത് ഒരു കാരണവശാലും ഒരു നിയമനം അംഗീകരിക്കാത്ത ഒരു സർക്കാരിൻ്റെ ഭാഗത്താണോ എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് ഇന്ന് നമ്മളിവിടെ കാണുന്നത്. തീർച്ചയായും അതുതന്നെയാണ്. എന്തായാലും ഈ ഒരു സെമിനാറിൽ തന്നെ അതായത് നിരവധി പേര് ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്നടക്കമുള്ള വിശ്വാസികൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഈ ഒരു സംഗമം അത് ആദ്യം തന്നെ, അതായത് ആരെയും അധികം ക്ഷണിച്ചിട്ടില്ലെങ്കിലും അവരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെയാണ് ഇവിടെ ഈ ഒരു തിരക്ക് അനുഭവപ്പെടുന്നു. അതോടൊപ്പം തന്നെ സെമിനാർ ഹാളിലൊക്കെ ആളുകൾ അങ്ങനെ അയ്യപ്പ ഭക്തർ അങ്ങനെ തന്നെ നിറഞ്ഞു നിൽക്കുകയാണ്. എന്തായാലും ഈ ഒരു സംഗമത്തിൻ്റെ ആദ്യഘട്ടം എന്നുള്ള നിലയിലാണ് ഈ സെമിനാർ നടക്കുന്നത്. സെമിനാർ ഹാളിലും അതിന് പുറത്തുമൊക്കെ നമുക്ക് നിരവധി അയ്യപ്പ ഭക്തരെ കാണാം. എന്തായാലും ഇനി നടക്കുന്ന മഹാസംഗമം ഇതിലും വലിയൊരു ചരിത്രമായിരിക്കും. തീർച്ചയായിട്ടും സ്വാമി ശരണം. ഈ സംഗമത്തെ സംബന്ധിച്ചിടത്തോളം ഈശ്വരവിശ്വാസികൾക്ക് വലിയൊരു പ്രത്യാശയായി മാറിയിരിക്കുകയാണ്. കാരണം വിശ്വാസത്തെ തകർക്കുക എന്നുള്ള അജണ്ടയോടുകൂടി ആസൂത്രിതമായി നടത്തിയ സർക്കാർ നീക്കം, ആ നീക്കത്തിനെതിരായി വിശ്വാസികൾ ചിന്തിക്കുന്നു എന്നതിൻ്റെ പ്രകടമായ തെളിവ് കൂടിയായി മാറുകയാണ് ഈ സമ്മേളനത്തിലേക്ക് ഒഴുകിയെത്തുന്ന ഭക്തരുടെ ഈ പ്രവാഹം. തീർച്ചയായും ഈ ആചാര ലംഘനത്തിനായി ഗൂഢലക്ഷ്യത്തോടുകൂടി ശബരിമലയിലേക്ക് എത്തിയ ഒരാളാണ് രഹ്ന ഫാത്തിമ. അപ്പോൾ ആ ഒരു സംഭവം നടക്കുമ്പോൾ അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വേദനയാണ്. അപ്പോൾ അതിനെതിരെ താങ്കൾ മുന്നോട്ട് വന്നു എന്നുള്ളതാണ്. ആ കേസൊക്കെ നൽകി അതിൻ്റെ കാര്യങ്ങളൊക്കെ. തീർച്ചയായിട്ടും അത് രഹ്ന ഫാത്തിമയെ യഥാർത്ഥത്തിൽ അന്നത്തെ CPM നേതൃത്വത്തിൻ്റെയോ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെയും താല്പര്യപ്രകാരം പ്രത്യേക പാക്കേജായിട്ട് അന്യസംസ്ഥാനത്തു നിന്ന് പ്രത്യേകമായി ഇവിടേക്ക് കൊണ്ടുവരികയായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം കണ്ടതാണ് പോലീസിൻ്റെ പ്രത്യേക പ്രൊട്ടക്ഷന്. മാത്രമല്ല അവർ വരുന്നതിൻ്റെ തലേ ദിവസം തന്നെ അവർ സോഷ്യൽ മീഡിയയിലെല്ലാം വളരെ വികൃതമായി, കാരണം അയ്യപ്പൻ്റെ മുന്നിൽ ഏതാണ്ട് പാതി വസ്ത്രത്തോട് നിൽക്കുന്ന കറുപ്പിട്ടിട്ട് വളരെ വികൃതമായ ഫോട്ടോ അടക്കം പബ്ലിഷ് ചെയ്തിട്ടാണ് അവർ അന്ന് ശബരിമലയിലേക്ക് വരാൻ തയ്യാറായത്. യഥാർത്ഥത്തിൽ മുഴുവൻ ഈശ്വരവിശ്വാസികൾക്കും വളരെയേറെ ഹൃദയവേദനയുണ്ടായി അവരെ പോലീസ് അകമ്പടിയോടുകൂടി ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ. ആ വേദനയാണ് ഈ നിമിഷം വരെ അവർക്കെതിരായിട്ടുള്ള ആ കേസിൽ അവരെ ശിക്ഷിക്കാൻ ഉതകുന്ന തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ പ്രേരിപ്പിച്ച ഘടകം. അത് വിശ്വാസികൾക്ക് വേണ്ടി നമ്മൾ ഏതറ്റം വരെയും പോയി ആ കേസിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നിലപാട് സ്വീകരിച്ചു. അതിൽ മാത്രമല്ല ശബരിമലയുടെയുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി കേസിലും കക്ഷി ചേർന്ന് ഈ രഹ്ന ഫാത്തിമ അടക്കമുള്ളവരെ കൊണ്ടുവന്ന ഗവൺമെൻറ്റിൻ്റെ അജണ്ട അവിടെയും തെളിയിക്കാൻ വേണ്ടിയുള്ള തെളിവുകൾ നിരത്തുകയുണ്ടായിട്ടുണ്ട്. തീർച്ചയായും അതുതന്നെയാണ്. എന്തായാലും നിയമപരമായിട്ടുള്ള കാര്യങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ ആചാര സംരക്ഷണത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള സംഗമങ്ങളും അതോടൊപ്പം തന്നെ ഈ സെമിനാറിലടക്കം പങ്കെടുത്തുകൊണ്ട് നിരവധി പേർ അങ്ങനെ ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഭക്തർ അവർ നെഞ്ചിലേറ്റിയ ആ ഒരു വിശ്വാസം, ആ വിശ്വാസത്തെ തകർക്കുവാൻ വേണ്ടി പല ശ്രമങ്ങളും ഇവിടെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടത്തി വന്നിരുന്നവർ പിന്നീട് അയ്യപ്പൻ്റെ പേരിലൊരു സംഗമമൊക്കെ നടത്തി വിശ്വാസികളെ കയ്യിലെടുക്കുവാൻ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനമൊക്കെ നടത്തുമ്പോൾ ഇവിടെ എത്തുന്ന ഈ യഥാർത്ഥ ഭക്തർ അവർ പറഞ്ഞു വയ്ക്കുകയാണ് കൃത്യമായും എന്താണ് വിശ്വാസികൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യമെന്നുള്ളത്. ഈ വിശ്വാസമെന്ന് പറയുന്നത് തികച്ചും, അതായത് മറ്റൊരാൾ പറയുന്നത് പോലെയല്ല, അത് വികസനം വരേണ്ടത് ഈ വിശ്വാസത്തിലൂന്നി തന്നെയാണ് എന്നുള്ള കാര്യം. എന്തായാലും നിരവധി ആളുകളാണ് ഇവിടെ പങ്കെടുക്കുന്നത്. സെമിനാറിൽ പങ്കെടുത്തായിരുന്നു. അതെ 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 കോന്നി 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 അതെ 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 അതെ. തീർച്ചയായും ഓരോരുത്തരും അങ്ങനെ എത്തുകയാണ് ഈ സംഗമത്തിലേക്ക്. നമുക്ക് ഈ തിരക്ക് തന്നെ കാണാൻ സാധിക്കും. തമിഴ്നാട്ടിൽ നിന്ന് അടക്കമുള്ള ഭക്തർ ഇവിടേക്ക് എത്തുമ്പോൾ അവരെയൊക്കെ തന്നെ ഇവിടെയുള്ള അയ്യപ്പ ഭക്തർ അങ്ങനെ സ്വീകരിക്കുകയാണ്. കാരണം അവരെല്ലാവരും ഒരേ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ ഒരു അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നത്. എല്ലാവർക്കും ഒന്നേ പറയുവാനുള്ളൂ,
ശബരിമല ക്ഷേത്രം സംരക്ഷിക്കപ്പെടണം, ശബരിമലയിലെ വിശ്വാസം എക്കാലത്തും സംരക്ഷിക്കപ്പെടണം. അതുതന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിലടക്കം കാണാം. ഒരുപാട് പേരങ്ങനെ ഈ സംഗമത്തിൻ്റെ ഭാഗമായി ഇവിടെ എത്തുന്നതും അവരോരോരുത്തരും ഈ സെമിനാറിൽ പങ്കെടുക്കുന്നതും അതോടൊപ്പം തന്നെ ഈ രജിസ്ട്രേഷൻ അടക്കം ഇപ്പോൾ അവിടെ എത്തിയിട്ടുള്ള ആളുകളെയൊക്കെ നമുക്ക് കാണാം.